തപ്പിട്ടെ നാരങ്ങ മച്ചിങ്ങ തപ്പിട്ടെ തപ്പിട്ടെ നാരങ്ങ മച്ചിങ്ങ തപ്പിട്ടെ തപ്പിട്ടെ നാരങ്ങ മച്ചിങ്ങ തപ്പിട്ടെ തപ്പിട്ടെ നാരങ്ങ കുട്ടിക്കാലം ഏവർക്കും എപ്പോഴും ഓർമ്മിക്കാൻ ഉതകുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. ബാല്യത്തിന്റെ കൗതുകവും നിഷ്കളങ്കതയും ഇനിയും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവാണ്. ഈ കാഴ്ചയുടെ മിഴി തുറക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും ആ ബാല്യ ലോകത്തേക്ക് എത്തി നോക്കുന്ന ഒരു ഹൃദയമെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ കൃതാർത്ഥരായി. ജീവിതത്തിൽ പഠിക്കുന്ന ആദ്യ പാഠം. മുതിർന്നവരെ അനുകരിച്ച് മണ്ണുകൊണ്ട് അപ്പമുണ്ടാക്കി ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് പിച്ചവെച്ച് നടക്കുന്ന ബാല്യ കൗതുകം. എത്ര വിചിത്രമാണ് ഈ ബാല്യ കൗതുകങ്ങൾ! പ്രകൃതിയിൽ നിന്ന് ഞങ്ങൾ ഒരു വണ്ടി ഉണ്ടാക്കും. അത് നിങ്ങളുടെ യന്ത്രങ്ങളെക്കാളും സുരക്ഷിതത്വമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. മണ്ണപ്പം ചുടാനും പാള വലിക്കാനും നിങ്ങൾക്ക് മോഹമുണ്ടെങ്കിൽ ക്ഷമിക്കണം, നിങ്ങളുടെ പ്രായം കഴിഞ്ഞുപോയി എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പണ്ട് കാലത്തെ കളികളൊന്നും ഇപ്പോൾ ഒന്നും കാണാനില്ല. പണ്ടായിരുന്നെങ്കിൽ ധാരാളം കളികളുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഞങ്ങൾ പക്ഷികളുടെ സൗണ്ടൊക്കെ കളിക്കാറുണ്ട്. പക്ഷികളുടെ ശബ്ദം അനുകരിച്ചും കൊണ്ട്, ഉദാഹരണത്തിന് കുയിലിൻ്റെ സൗണ്ട് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കേൾപ്പിച്ചു തരാം. ഇങ്ങനെയുള്ള അതുപോലെ വിഷുപക്ഷി, അതുപോലെ പാടത്ത് കണ്ടുവരുന്ന രാത്രി കാലങ്ങളിൽ കണ്ടുവരുന്ന രണ്ടു തരം പക്ഷികളുണ്ട്. ഉദാഹരണത്തിന് കാണിച്ചു തരാം. അതുപോലെ മറ്റൊരു പക്ഷി ഉണ്ട്. അതുപോലെ കോഴി ഉണ്ടാക്കുള്ളൂ. കോഴി ഉണ്ടാക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള സൗണ്ടൊക്കെ, എന്നാലും അതും കൂടി ഞങ്ങൾ ഉണ്ടാക്കാറുള്ളതാണ്. ഇതെല്ലാം പഴയ കളികളായിരുന്നു. അത് തന്നെ രസമായിരുന്നു. ഇപ്പോൾ അതൊന്നും ആരും ആ കളി പോലും ഇല്ലാതായി. കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്കെന്നും പ്രിയപ്പെട്ടവയാണ്. ഇന്ന് വിപണിയിൽ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ലഭ്യമാണ്. നിശ്ചലമായ പാവകൾ മുതൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ളവ വരെ ലഭ്യമാണ്. ശാസ്ത്രത്തിന്റെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളും ഇന്ന് കളിപ്പാട്ടമായി അവതരിക്കുന്നു. മുൻ തലമുറക്കാർ ചുറ്റുമുള്ള വസ്തുക്കളെ കളിപ്പാട്ടത്തിനായി ഉപയോഗപ്പെടുത്തുകയാണ് ഉണ്ടായത്. തെങ്ങിൻ പട്ട കൊണ്ടുള്ള കാള ഇന്നത്തെ ബാല്യത്തിന് ഒരു തമാശയായി തോന്നിയേക്കാം. എന്നാൽ എത്രയെത്ര വ്യക്തികളുണ്ടാവാം തങ്ങൾ കാള വലിച്ചുകൊണ്ടുള്ള ഓർമ്മകൾ ഒരു അപൂർവ സുന്ദര നിമിഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ച് ഓർമ്മകളെ താലോലിച്ച് ജീവിക്കുന്നവരായി. ഓടാൻ പോയിട്ട് നടക്കാൻ പോലും അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് വളരുന്നത്. കാരണം ഭയപ്പെടുത്തുന്ന ഒരു സമൂഹമാണ് അവരെ വളർത്തുന്നത്. കളിക്കാൻ പണ്ട് പല കളികളുമുണ്ട്. കൺമുന്നിൽ കണ്ടതെല്ലാം കളിക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഓട്ടപ്രാന്തി എന്ന കൈലടി, പശുവും പുലിയും കളി, കല്ലുകളി, വട്ടുകളി, നൂറാങ്കോൽ, നൊണ്ടിപ്രാന്തി, ചുട്ടീൻകോലും, കോട്ട കളി, പമ്പരംകുത്ത് എന്നിങ്ങനെ പല കളികളുമുണ്ട്. ഓട്ടപ്രാന്തി ഇന്ന് ആരും കളിക്കാറില്ല. കളിക്കാൻ സമയമില്ല. സമയമുണ്ടെങ്കിൽ തന്നെയും പഴയ സൗഹൃദങ്ങളില്ല.
സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും മുതിർന്നവർ സമ്മതിക്കുകയുമില്ല. പശുവും പുലിയും എന്ന ഈ കളി കുട്ടികൾ മൃഗങ്ങളെ അനുകരിച്ചുകൊണ്ടുള്ളൊരു കളിയാണ്. പശുവിന്റെ മണമുണ്ട്, കിട്ടാനായി വഴിയുണ്ട്, പറയുക കൂട്ടുകാരെ. ഇതെന്ത് ചങ്ങലയാ? ഇതെന്ത് ചങ്ങലയാ? ഇതെന്ത് ചങ്ങലയാ? ഇതെന്ത് ചങ്ങലയാ? ഇതെന്ത് ചങ്ങലയാ? ഞാൻ പൊട്ടിക്കാൻ പോവാട്ടോ. പശുവിനെ കൊണ്ടുപോകുന്ന പുലിയുടെ യാത്ര സമൂഹത്തിലെ നിസ്സഹായരായ കുട്ടികളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. കല്ലുകളി പെൺകുട്ടികളുടെ സ്വന്തം കളിയാണ്. തൊടിയിലും മരത്തണലിലും മറ്റുമാണ് കുട്ടികൾ കളിക്കാറുള്ളത്. വീട്ടുമുറ്റത്തിരുന്ന് കളിക്കാൻ മുതിർന്നവർ അനുവദിക്കാറില്ല. മുറ്റത്തിരുന്ന് കളിച്ചാൽ കുടുംബത്തിന് നാശമെന്ന് പഴയൊരു വിശ്വാസവുമുണ്ട്. കല്ലുകൊണ്ട് പല കളിയും കളിക്കാം. സാധാരണയായി 16 വാര, 5 ഉള്ളി തുടങ്ങിയ കളികളാണ് കളിക്കാറ്. വീട്ടുമുറ്റത്തെ കളിയാണ് വട്ടുകളി അഥവാ ഇട്ടായം. ഈ കളിയും വനിതാ സംവരണത്തിൽ പെടുത്താവുന്നതാണ്. നൂറാങ്കോൽ എന്ന കളിയും മൺമറഞ്ഞ കളികളിൽ ഒന്നാണ്. പണ്ടായിരുന്നെങ്കിൽ ധാരാളം കളികളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഗോട്ടിക്കളി, അല്ലെങ്കിൽ ഗോലിക്കായ കളി എന്ന് പറയും, കോട്ടക്കളി, തുണിപ്പന്ത്, ചുട്ടിങ്കോലും, അങ്ങനെ ധാരാളം വിവിധതരം കായികമായിട്ടുള്ള ശരീരം അനങ്ങുന്ന കുറേ കളികളുണ്ടായിരുന്നു. എല്ലാവരും ഓടി കളിക്കുന്നവർ ഇതായിരുന്നു. ഒരു ഓണക്കാലത്തുള്ള ഗോട്ടികളി, അതിലും ധാരാളം പേർ പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ പണ്ട് കാലത്ത് ഇഷ്ടംപോലെ കളികളുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം പോയി. ഇപ്പോൾ ആർക്കും ആ കളിയൊന്നും വയ്യ. ഇപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ ഗെയിംസ്, അല്ലെങ്കിൽ ക്രിക്കറ്റ്, തീരെ അധ്വാനമില്ലാത്ത കളികളാണ് മുഴുവനും. ഉദാഹരണത്തിന് ക്രിക്കറ്റിനായിക്കോട്ടെ, ബൗൾ ചെയ്യുന്ന ആളും ബാറ്റ്സ്മാനാണ് അത് കാര്യമായിട്ട് അനങ്ങുന്നത്. പിന്നെ ഒരു ഫീൽഡർ ഓടുമായിരിക്കും, 1-2 പേര്. ബാക്കി എല്ലാവരും കൂടെ കുറ്റിയടിച്ച പോലെ നിൽക്കുകയായിരിക്കും. അവർക്ക് വല്ലപ്പോഴും ചാൻസ് ഓടാൻ കിട്ടുന്നത്. ഒരു ദിവസം മുഴുവൻ നിൽക്കും, ഒരു ദിവസം മുഴുവനും അവരവിടെ നിൽക്കും. ഒരു കമ്പ്യൂട്ടർ ഗെയിം എന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിലിരുന്നും കൊണ്ട് ഒറ്റയ്ക്ക് കളിക്കാവുന്ന ഗെയിമാണ്. അത് കൂട്ടായ്മയൊന്നും വരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ സ്വാർത്ഥന്മാരെ തീരുവരും. ക്രമേണ എല്ലാവരും സ്വാർത്ഥന്മാരായി തീരും. ഒരിക്കലും മറ്റുള്ള മിംഗ്ലിങ് അല്ലെങ്കിൽ മറ്റുള്ള കൂടിച്ചേരുക എന്നുള്ള പരിപാടി ഇല്ല. അവരൊറ്റപ്പെട്ട ലൈഫ് പോലെ അവർ വലുതായിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിനെല്ലാം മറുതി വരുന്നെങ്കിൽ പഴയ കളി കളിക്കും. പക്ഷേ ആരും പഴയതൊന്നും താല്പര്യപ്പെടുന്നില്ല. ഈവൻ ഷീട്ട് കളി പോലും ഇപ്പോൾ പഴയ ആരും കളിക്കും. റമ്മി ഒഴികെ വേറെ ഒന്നും ആരും കളിക്കാൻ പോകുന്നില്ല. പഴയ കളി തിരിച്ചു വരണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കെല്ലാം പ്രായമായി, കുട്ടികളെങ്കിലും അത് പഠിക്കണം എന്നാണ്.